നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമാണ് ഖസ്വ എന്ന ഒട്ടകം. അതിന് 4 വയസ്സുള്ളപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ നിന്നും അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങുന്നത്. പിന്നീട് 11 വർഷം അത് നബി തങ്ങളോടൊപ്പം കഴിഞ്ഞു. ആ ഒട്ടകപ്പുറത്താണ് നബി തങ്ങൾ മദീനയിലേക്ക് വന്നത്. ആ ഒട്ടകത്തിൻ്റെ മേലെയാണ് നബി തങ്ങൾ ബദറിലേക്ക് ചെന്നണഞ്ഞത്. ആ ഒട്ടകത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ഹുദൈബിയ സന്ധിയിലും ഖസ്വാഇനെ നമുക്ക് കാണാവുന്നതാണ്. മുത്തുനബി തങ്ങളെ മേലെ ഇരുത്തിയിട്ട് ഖസ്വ എന്ന ഒട്ടകം കഅബ ത്വവാഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉംറത്തുൽ ഖളാഇൽ നബിയോടൊപ്പം സംഗമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാഇൽ നബി തങ്ങളോടൊപ്പം പങ്കെടുത്ത മൃഗമാണ് ഖസ്വാ. വീണ്ടും തിരുനബിയോടൊപ്പം അത് മദീനയിലെത്തി. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മികച്ച അഭിപ്രായമായിരുന്നു. ഒരിക്കലും യജമാനരായ മുത്തുനബി തങ്ങളോടത് എതിര് പ്രകടിപ്പിച്ചിട്ടില്ല. മറ്റ് മൃഗങ്ങളെ പോലെ വിരണ്ടോടിയിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അവതരിക്കുമ്പോൾ മറ്റ് മൃഗങ്ങൾക്ക് പ്രശ്നമായിരുന്നെങ്കിലും ഖസ്വാഇന് അതൊരു പ്രശ്നമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതോടെ ആ മൃഗം വളരെ ദുഃഖാർത്തനായി. പിന്നീടത് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അന്നപാനീയങ്ങളില്ലാതെ നബിയോർമ്മയിൽ കഴിഞ്ഞുകൂടിയ മൃഗമാണത്. തിരുവിയോഗത്തിൻ്റെ വേദനയിൽ ആ മൃഗവും വിയോഗം വരിച്ചു. ഈ ലോകത്തോട് വിട പറഞ്ഞു.